വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. ഏതായാലും വിവരങ്ങളുമായി ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഹാജരായിരിക്കുന്നു ആലപ്പുഴയിൽ എക്സൈസ് സംഘത്തിന് മുൻപിൽ. 10 മണിക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് 7:45 തന്നെ ഷൈൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മനു, ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുൻപാണ് ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായിട്ട് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഹാജരാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ശ്രീനാഥ് ബാസി മറ്റ് 4 പേർ കൂടി എത്തിച്ചേരാനുണ്ട്. 9 മണിയോടുകൂടിയായിരിക്കും ഇവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും സംസാരിച്ചോ? വന്നിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും പറഞ്ഞോ ഷൈൻ? മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷെ ഒന്നും ഒരക്ഷരം പറയാതെ അദ്ദേഹം നേരെ ഓടി അകത്തേക്ക് കയറുകയായിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന അതേ ബോഡി ലാംഗ്വേജിൽ തന്നെ അദ്ദേഹം അകത്തേക്ക് കയറി പോകുമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോഴൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ ഏതാണ്ട് 9 മണിയോടുകൂടി ചോദ്യം ചെയ്യുമെന്നാണ് എക്സൈസിലെ മറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും 4 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. അവരും അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ്. ശ്രീനാഥ് ബാസി അടക്കമുള്ളവർ അല്പസമയത്തിനകം എത്തിച്ചേരും. ഇദ്ദേഹം ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകരെ അടക്കം ഒഴിവാക്കി കയറാൻ വേണ്ടിയായിരിക്കുമല്ലേ പറഞ്ഞതിൽ നിന്ന് നേരത്തെ അദ്ദേഹം വന്നത്? തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരൊക്കെ എത്തുന്നതിന് മുമ്പ് കയറുന്നതിനുള്ള ശ്രമമാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയത്. പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ നേരത്തെ തന്നെ തമ്പടിച്ചിരുന്നു. കാര്യം ഇദ്ദേഹം പുലർച്ചയോടുകൂടി തന്നെ എത്താൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന എക്സൈസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അല്പസമയം മുൻപ് അദ്ദേഹം വന്ന് ഒറ്റയ്ക്കാണോ പുള്ളി എത്തിയത്? അതോ കൂടെ അച്ഛനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അഭിഭാഷകനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ അഭിഭാഷകനോടൊപ്പമാണ് രാവിലെ എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. 9 മണിയോടുകൂടി ആയിരിക്കും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. കേസുമായി ബന്ധപ്പെട്ട് വളരെ എഴുതി തയ്യാറാക്കി എക്സൈസ് ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഇല്ലേ? തീർച്ചയായിട്ടും ഞാനിവിടെ തന്നെ നിൽക്കുകയാണ്. എക്സൈസ് ശ്രീനാഥ് ബാസി ഇതുപോലെ വന്നു കയറിയാൽ നമ്മുടെ ദൃശ്യങ്ങളിൽ പിടിക്കണം, അതാ ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ അല്പസമയത്തിനകം ശ്രീനാഥ് ബാസിയും ഇവിടെ എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സൈസിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് 9 മണിയോടുകൂടി ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില ബാങ്ക് ഇടപാടുകളും അതോടൊപ്പം തന്നെ ഇവരുമായി ലിങ്ക് ചെയ്യുന്ന ചില കണക്ഷൻസുകളും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാനായിട്ട്. തസ്ലീമ സുൽത്താനയുമായിട്ടാ? തീർച്ചയായിട്ടും തസ്ലീമ സുൽത്താനെയും അതോടൊപ്പം തന്നെ മറ്റ് 2 പേരെ കൂടി, തസ്ലീമയുടെ ഒപ്പമുള്ള സുൽത്താൻ, ഇവരെ 3 പേരുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും എക്സൈസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ എക്സൈസ് ലഭിക്കുകയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം ചോദ്യം ചെയ്ത് ആരംഭിക്കാൻ ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ഇവരുടെ വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള ഇവരുടെ പങ്കാളിത്തം നമുക്ക് വ്യക്തമായുള്ളൂ. ശരി, നോക്കാം. എന്തായാലും ഷൈൻ ടോം ചാക്കോ ഹാജരായിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.